COP8 എട്ടാമത്തെ കെയർ ഓഫ് പേഷ്യൻസ് 8th സ്റ്റാൻഡേർഡ് transfusion services are provided as per the scope of services of the organization safely. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനിൽ നാലാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് COP8D. അത് നമുക്ക് ഈ ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് നടത്തുന്നതിനെക്കുറിച്ച് വിശദമായി ഒരു മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒബ്ജക്റ്റീവ് എലമെൻ്റ് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റ് ഇങ്ങനെയാണ് പറയുക: ദ ഓർഗനൈസേഷൻ എൻഷുവേഴ്സ് സേഫ് ആൻഡ് റാഷണൽ യൂസ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് എന്നതാണ്. വിവേകപരമായും സുരക്ഷിതമായും നമ്മൾ ബ്ലഡ് അല്ലെ ബ്ലഡിൻ്റെ കമ്പോണൻസ് ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ് പറയുക. അതെങ്ങനെയാണ് സുരക്ഷിതമായിട്ടും വിവേകപരമായിട്ടും ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ഇതിന് ഈ ഒരു ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഓർ ബ്ലഡ് കമ്പോണൻസിന് നമുക്കൊരു റിട്ടേൺ ഗൈഡൻസ് ഉണ്ടാവണം. അത് നമ്മുടെ റെസിപ്പിയൻറ്റിൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്തത്തക്ക വിധത്തിലുള്ള ഒരു റിട്ടേൺ ഗൈഡൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ആ റിട്ടേൺ ഗൈഡൻസിൽ നമ്മൾ കൃത്യമായിട്ടും പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നതിന് മുമ്പ് ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടുന്ന ബ്ലഡ് പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ ബ്ലഡിൻ്റെ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യണം. അത് നമുക്ക് കൃത്യമായിട്ടും ആ ട്രാൻസ്പോർട്ടേഷൻ വളരെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയണം. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതിൻ്റെ ആ ഒരു സോഴ്സ് വളരെ കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ MOU ഉള്ള സ്ഥലത്തു നിന്നാണ് അത് കൊണ്ടുവന്നതെന്ന് ഉറപ്പുവരുത്തണം. അത് കൊണ്ടുവരുമ്പോൾ നമ്മളതിൻ്റെ ആ ബ്ലഡിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കറക്റ്റ് ആയിരിക്കണം. ഒരേ സമയം മൾട്ടിപ്പിൾ പേഷ്യൻസിന് മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് ബ്ലഡ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ ബ്ലഡിൻ്റെ ലേബലിങ്ങും എല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് നമ്മളുടെ പേഷ്യൻറ്റുമായിട്ട് ക്രോസ് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് തന്നെയാണ് കൃത്യമായിട്ടും നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിലേക്ക് എത്തിയതെന്ന് ഉറപ്പ് വരുത്താനായിട്ട് പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷനും ആ ഓർഡറിൻ്റെ വെരിഫിക്കേഷനും കൃത്യമായിട്ട് ഏത് ഗ്രൂപ്പ് ബ്ലഡാണ് ഓർഡർ ചെയ്തിരിക്കുന്നുള്ളതും ആ മുൻകാലങ്ങളിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ടുള്ള ഹിസ്റ്ററിയും ഒക്കെ അവിടെ ഈ ഡോക്യുമെൻറ്റേഷനിൽ വെരിഫൈ ചെയ്യാൻ നമുക്ക് കഴിയണം. പേഷ്യൻ്റെ ക്ലിനിക്കൽ റെക്കോർഡ്സിൽ നേരത്തെ ട്രാൻസ്ഫ്യൂഷൻ നടത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അഡ്വേഴ്സ് റിയാക്ഷൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ആ ഡോക്യുമെൻ്റ് നമുക്ക് വിശാലമായൊരു കാഴ്ചപ്പാട് തരും. ആ കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് ഈ പേഷ്യൻറ്റിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റെസ്പോണ്ടിങ് ടു ദ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നമ്മൾ NABHൻ്റെ പുസ്തകത്തിൽ റെഫർ ടു COP8H എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. ശരിക്കും അത് അവിടെ നിങ്ങൾ ഇഗ്നോർ ചെയ്യണം. ബട്ട് നമുക്കിവിടെ കൃത്യമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മളുടെ പോസിബിൾ മിസ്മാച്ച് ട്രാൻസ്ഫ്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെഷർമെൻറ്റ് നമുക്കുണ്ടാവണം. അത് ചിലപ്പോഴെങ്കിലും ഈ ക്രോസ് മാച്ച് ചെയ്ത് പ്രോപ്പറാണെന്ന് ഉറപ്പ് വരുത്തിയ ബ്ലഡ് തന്നെയാണെന്ന് കൊടുക്കുന്നത് ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് പറ്റണം. എന്തെങ്കിലും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടായാൽ ആ ബ്ലഡ് ബാഗിൽ ബാർകോഡഡ് സ്റ്റിക്കറുകൾ അറിയാലോ, ഗ്രേപ്സിൻ്റെ ബ്ലഡ് ബാങ്ക് സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ആ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ അവിടെ കോഡ് ചെയ്തിട്ടുണ്ട്. ആ കോഡിങ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻറ്റേർണലി ഉള്ള ബ്ലഡ് ബാങ്ക് ആണെങ്കിൽ ഗ്രേപ്സിൽ ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും നമ്മൾ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു എക്സ്റ്റേണൽ ബ്ലഡ് ബാങ്ക്, ഗ്രേപ്സിൻ്റെ തന്നെ എക്സ്റ്റേണൽ ബ്ലഡ് ബാങ്കുകൾ നമ്മൾ ഗ്രേപ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ പല IMAകളുടെയും ബ്ലഡ് ബാങ്കുകൾ ഗ്രേപ്സിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നിടത്തുനിന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് പരസ്പരം ക്രോസ് മാച്ച് ചെയ്യുന്നതിനുള്ള സംവിധാനം അവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി ഉണ്ടാവണം, HBTC. ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ സ്ഥാപനത്തിൽ നടക്കുന്ന
ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് വിവേകപരമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനും ഉള്ള ഗൈഡ് ലൈൻസ് നടപ്പിലാകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതും കൃത്യമായിട്ടും പീരിയോഡിക്കലി ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോഗ്രാമിനെ മോണിറ്റർ ചെയ്തുകൊണ്ട് സംഭവിക്കാവുന്ന പൊട്ടൻഷ്യൽ എറേഴ്സ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ടൈമിൽ ഉണ്ടാകുന്നതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും അതിനെ മോണിറ്റർ ചെയ്യുകയും ചെയ്യണം. സോ ഈ ഒരു COP8Dയിൽ പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷന് വളരെ കൃത്യമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ഒരു ബ്ലഡ് ആൻഡ് കമ്പോണൻസ് യൂസേജ് ഗൈഡ് ലൈൻസ് ഉണ്ടാവണമെന്നതാണ്. ഓക്കെ.